താങ്ക് യു നേഴ്സ്. ഹായ് എവരിവൺ, ശിവൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പിയായും സേഫായും ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നു അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. കറക്റ്റീവ് റീഡിംഗ് ആണ്, ഗൈഡൻസ് മാത്രമാണ്. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളെ മാനസികമായി വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്ത് നിങ്ങളൊരു ഒന്നുമില്ലാത്ത രീതിയിലാക്കിയ ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോൾ അവരേത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്? എനർജി വന്നത് ഒരു ചാരിയറ്റാണ്. അപ്പോൾ അവർ മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴിയും തിരഞ്ഞ് കണ്ടുപിടിക്കുക, എങ്ങനെ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി അവരുടെ എല്ലാ ശക്തിയും എടുത്ത് എല്ലാ മാനസിക ബലം എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് രണ്ട് മനസ്സായി നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സർവ്വശക്തിയും എടുത്ത് ഏത് രീതിക്ക് പോയാലാണ് അവർക്ക് ജീവിതത്തിൽ കര കയറാൻ പറ്റുക എന്ന് ആലോചിച്ച് മുന്നോട്ട് അതിശക്തമായിട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയാക് സൈൻസ് പറഞ്ഞാൽ സ്കോർപിയോ, ക്യാൻസർ, അക്വാറിയസ്, ടോറസ് വന്നിട്ട് ലിബ്ര, വാട്ടർ എനർജി, ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്. നമ്പേഴ്സ് എന്ന് പറയുന്നത് 12, 13, 7, 7, 5, 11, 12, 12 ഉണ്ട്, 2, 7 ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്തുമായ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഒരു ദിവസം, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസമാണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നത് ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 6 ഓഫ് സോഡാണ്. അപ്പോൾ ഒരു 6 ഓഫ് സോഡിൻ്റെ എനർജിയും ഒരു നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ 6 ഓഫ് സോഡിൻ്റെ എനർജി പറയുന്നത് ഈ വ്യക്തിക്ക് ഇമോഷണൽ വിഡ്രോൾ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാ കാര്യം ഇമോഷണലായിട്ട് എടുക്കാൻ ശ്രമിക്കും അവർ. അപ്പോൾ ഇപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും സംസാരിക്കില്ല, ഈ പേഴ്സൺ ആയിരിക്കും, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുക അവരായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ അവരോട് ചെല്ലുമ്പോൾ ദേഷ്യപ്പെടും. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ പറ്റുന്നില്ല, ഒന്നും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തൊക്കെയോ കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് എന്തൊക്കെ ശരിയാവണം എന്നുള്ള ഒരു തോന്നലാണ് ഇപ്പം മനസ്സിലുള്ളത്. ഈ വ്യക്തി മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായി, മാനസികമായി അകന്ന് കഴിയുന്ന ആൾക്കാർ അങ്ങനെ ആ രീതിയിൽ മാറി താമസം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽപ്പെട്ട് അവർ ഒരുമിച്ച് നിന്നവരോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽപ്പെട്ട ആളുകളോ ഒന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഒരു കുറച്ച് ദിവസം ഇതൊന്നും വേണ്ടാന്ന് ചോദിച്ച് ഒഴിവായി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റ് സമാധാനവും ശാന്തതയും ഒരു സ്വസ്ഥത കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർ അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാ കാര്യവും ഇവരുടെ അടുത്തേക്ക് ഒരുപാട് പ്രതീക്ഷയോടെ എല്ലാ കാര്യവും ഇവരിലേക്ക് വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു തടസ്സം ഉണ്ടായി, എല്ലാ കാര്യത്തിനും വേണ്ടി കാത്തു നിൽക്കുന്നതായിരിക്കും. ഈ കപ്പും പിടിച്ച് കാത്തു നിൽക്കുക, എല്ലാ സാധനവും, എല്ലാ സ്നേഹമായാലും ഇവർക്ക് എന്തൊക്കെയാണ് ഇവർക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്, ആ കാര്യങ്ങൾക്കൊക്കെ ഇവർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാതെ ഒരു തടസ്സം പോലെ നിൽക്കുന്നതായിരിക്കും. ഒന്നിനൊരു മുന്നോട്ട് പോകാൻ വിചാരിച്ച പോലെ ഒന്നും മുന്നോട്ട് പോകാൻ എല്ലാം ലേറ്റായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും വേണ്ടി കാത്തിരിക്കുന്നത്, ഇനിയും കിട്ടുമോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമോ, അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നത് ഒരു ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 10 ഓഫ് പെൻറ്റിക്കിളാണ്. ഒരു ക്യൂൻ ഓഫ് കപ്പും ഒരു 10 ഓഫ് പെൻറ്റിക്കിളും ഉള്ളത്. അപ്പോൾ ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നത് ഇപ്പോൾ അവരുടെ കാര്യത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത്, അവരുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളൊക്കെ കിട്ടുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാതെ നിന്നാൽ
ഇവർക്കുള്ള കാര്യങ്ങൾ ഇതുവരെയുള്ളതൊക്കെ ഇനി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും നഷ്ടപ്പെടും എന്നുള്ള പേടിയാണ്. അപ്പോൾ ഇനി അവർക്ക് ഇതുവരെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തപ്പെട്ട് അതുകൊണ്ട് തന്നെ ഇനി എല്ലാം നേടിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ പേഴ്സണെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിലും കൂടി അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ അവർ പോകുന്നത്. അപ്പം ചില ആളുകൾ കുറേ പണം നഷ്ടമല്ലേ, സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാരായിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇനിയും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ആളുകൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ കാര്യം അവരുടെ ലക്ഷ്യത്തിലേക്ക് തന്നെയാണല്ലോ. അപ്പോൾ അവർ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തപ്പെട്ട് എല്ലാ രീതിയിൽ നിന്ന് എല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്ത് സ്നേഹമായാലും പണമായാലും ജോലിയായാലും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അവരെത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണം, ഒരു കരിയർ ബിൽഡ് ചെയ്യണം, ജോലി എന്ന് വേണം, വീട് വെക്കണം, നല്ലൊരു ഓപ്പർച്യൂണിറ്റികൾ, ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാം, അങ്ങനെ പ്രാക്ടിക്കൽ മൈൻഡിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ അവർക്കുള്ളത്. അപ്പോൾ എല്ലാം ഉണ്ടാക്കിയെടുക്കണം, അതാണ് അവർ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. അടുത്തത് ഒരു 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ്, ഒരു ചീറ്റിംഗ് എനർജിയാണ്. 6 ഓഫ് പെൻറ്റിക്കിളാണ്, ഒരു 7 ഓഫ് സോഡും 6 ഓഫ് പെൻറ്റിക്കിളുമാണ്. അപ്പോൾ 7 ഓഫ് സോഡിൻ്റെ എനർജി പറയുന്നത്, അപ്പോൾ ഇവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ മനസ്സിൽ എന്തൊക്കെയോ പ്രതീക്ഷകളും മുന്നോട്ട് ഉള്ള പല കാര്യങ്ങളും ഇവർ മനക്കോട്ട കെട്ടിയിരുന്നിട്ടുണ്ടാവും, അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിരുന്നു, ഒരുപാട് ബാലൻസിലേക്ക് വന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു നഷ്ടം സംഭവിച്ചതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു നീതി കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അവർ ആരിൽ നിന്നാണോ പിരിഞ്ഞു പോയത് അവർ അവിടെ നിന്ന് വിട്ടു പോയതിന് ശേഷം അവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് കാണുന്നത്. കാരണം ഇവർ നിന്നുകൊണ്ടിരുന്നത്, ഇവർ ആരുടെ കൂടെയാണോ നിന്നത്, ഏത് വ്യക്തിയുടെ കൂടെയാണോ നിന്നത്, അവരുടെ നിന്നായിരുന്നു ഇവരുടെ സമ്പത്തും സമൃദ്ധി ഐശ്വര്യമൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും കൊടുക്കാനും പറയണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാമ്പത്തികമായി സഹായം ചെയ്തിട്ടുണ്ടാവും, എല്ലാ രീതിയിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടൊരവസ്ഥയാണെന്നാണ് കാണുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ടാവും അവരിപ്പോൾ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ തിരിച്ച് പിടിക്കും? ഇപ്പം ഈ മുമ്പ് ഇതെല്ലാം ഉണ്ടായത് ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്, ലവേഴ്സ് കാർഡാണ് വന്നത്. ലവേഴ്സ് കാർഡും ഒരു 7 ഓഫ് പെൻറ്റിക്കിൾ. അപ്പോൾ ലവേഴ്സ് കാർഡിൽ പറയുന്നത് ഈ തേർഡ് പാർട്ടികൾ നിങ്ങളെ മാനസികമായി വേദനിപ്പിച്ച അവർ ഈ പേഴ്സണെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമായിരിക്കും, അറിയില്ല. അപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തികളുടെ പ്രസൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ മറ്റാരും ഈ ആളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് അവർക്ക് ഒരു തിരിച്ചറിവ് വന്ന്, അപ്പോൾ ഈ വ്യക്തി ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട്. അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നത് ഒരു സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ഒക്കെ അവർക്ക് തോന്നുന്നതായിട്ടാണ് കാണുന്നത്. ലവേഴ്സ് കാർഡിലാണ്. ഇവർക്കിപ്പോൾ ഇവരെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർക്കുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ജോലി ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ എന്തുണ്ടായിട്ടും ഇവർക്ക് എന്തോ നഷ്ടപ്പെട്ട പോലെ, എന്തോ മിസ് ചെയ്യുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനി മുന്നോട്ട് എങ്ങനെ പോകും, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ട് കാണും. ചിലപ്പോൾ ഇവർ ആഗ്രഹിച്ച രീതിയിലൊന്നും ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് അതിന് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ടൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനെക്കുറിച്ചും ആലോചിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയിൽ വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്ത് വന്നത് ഒരു ഹൈറോഫന്റിൻ്റെ എനർജിയാണ്. നയൻ ഓഫ് സോഡ് ഹൈറോഫന്റ്. ഒരു ഹൈറോഫന്റും ഒരു 9 ഓഫ് സോഡുമാണ്. അപ്പോൾ ചില ആളുകൾക്ക് എന്തൊക്കെയോ മാനസികമായിട്ട് ആകെ ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരെ കാണുന്നത്. മനസ്സിലുള്ള കാര്യങ്ങളൊന്നും അവരുടെ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ.
കാരണം ചിലപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലൊക്കെ പെട്ട ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഏതേ രീതിയിലുള്ള ചതിയിൽ ഏതോ ട്രാപ്പിൽ പെടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, റിലേഷൻഷിപ്പിലൊക്കെ പെട്ട് ഏതോ ചതിയിൽ പെട്ടിട്ടുണ്ടാവും. അപ്പം ഈ കാര്യം ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. അപ്പം ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ആ ഒരു സങ്കടവും വിഷമങ്ങളൊക്കെ ഉള്ളിൽ അടക്കി പിടിക്കുന്ന ഒരവസ്ഥ. ഈ പേഴ്സണലുള്ള സ്നേഹം മനസ്സിലുണ്ട്, അത് എല്ലാം അടക്കി പിടിക്കേണ്ട ഒരവസ്ഥ. മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ആരുടെ ഒന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ പ്രശ്നങ്ങളൊന്നും ഒരാളോട് പറയാൻ കഴിയുന്നില്ല. അത് മനസ്സിൽ വിങ്ങി പൊട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, അപ്പോൾ എങ്ങോട്ട് പോകണം, എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്ന് അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുക, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ, ഒന്നിനോടൊരു താല്പര്യം തോന്നുന്നില്ല, എന്തൊക്കെയോ നഷ്ടപ്പെട്ട അവസ്ഥ, ഒരു ഡിപ്രഷൻ, ഫെയ്ത്ത്, വിധി, സക്സസ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം മറ്റുള്ളവരെ കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ടാവും. ഇതെല്ലാം കൊണ്ട് ഒരു ഇരുട്ട് മൂടിയൊരവസ്ഥ, ഒരു തരത്തിലും സന്തോഷം കിട്ടുന്നില്ല. ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ട് ഇവർക്ക്, പക്ഷെ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ചിന്തകൾ, എന്തൊക്കെയോ ഓർമ്മകൾ, ഇപ്പോൾ പേഴ്സണിനെ കുറിച്ച് ഇവർ ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ചായിരിക്കും, അതൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓർത്തിട്ട് ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഡിപ്രഷനായ അവസ്ഥയിൽ കൂടെ പോകേണ്ട ഒരു ചുറ്റുപാട്, എല്ലാം കൊണ്ട് എവിടെ ഇരിക്കാൻ പിന്നെ നിൽക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തതൊരു ജസ്റ്റിസ് കാർഡാണ്. 3 ഓഫ് കപ്പ്, ഒരു 3 ഓഫ് കപ്പും ഒരു ജസ്റ്റിസ് കാർഡാണ്. അപ്പോൾ 3 ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച സ്ഥലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷനിലാവുന്നത്. അപ്പോൾ ഒരു മൂന്നാമത്തെ ആളായിട്ടാണുള്ള ഈ വ്യക്തി ഇപ്പം. അപ്പോൾ ആ അവസ്ഥയിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷിച്ച് മതിമറന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്രയ്ക്കധികം വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഒരുപാട് മോശമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാം അവസാനിച്ച് പോയല്ലോ എന്നോർത്തിട്ട് അവർ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട്. എല്ലാ സന്തോഷങ്ങളും അസ്തമിച്ച് പോയല്ലോ എന്നാലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണേലും ഇപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് നാളെ നീതി കിട്ടാതെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കരയുകയും ഒരുപാട് പ്രോബ്ലംസ് ലൈഫിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തികൾക്ക്, ഒരുപക്ഷെ ദാമ്പത്യത്തിലാകാം, റിലേഷൻഷിപ്പിലാകാം, അങ്ങനെ ഏത് രീതിയിലായാലും ഒരുപാട് വേദനിക്കുന്ന ആളുകൾ, മീൻസ് ലവേഴ്സ്, അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ചിലപ്പോൾ കൂടെ തന്നെയുള്ള വീട്ടുകാർ, അതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ പോകുന്നവർക്ക് നിങ്ങളുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അടുത്തത് ഒരു ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. സ്റ്റാർ കാർഡാണ്. ഹെർമിറ്റിൻ്റെ എനർജി. ഇപ്പോൾ ഒരു ഹെർമിറ്റിൻ്റെ എനർജി സ്റ്റാറും ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. അപ്പോൾ ഹെർമിറ്റിൻ്റെ എനർജി പറയുന്നത്, അപ്പോൾ അവർക്ക് ജോലിയില്ല, സാമ്പത്തികമില്ല, റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട് അപ്പോൾ എല്ലാവരും തകർന്നൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതെല്ലാം താങ്ങാൻ പറ്റുമ്പോൾ അവർക്ക് മുന്നോട്ട് എങ്ങനെയായാലും അവർക്ക് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അവരുടെ പാഷനെ കണ്ടെത്തിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ സ്വയം നോക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ കഴിവുകളെല്ലാം പുറത്തെടുത്തെങ്കിൽ അവർക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഹാങ്ഡ് മാൻ എനർജി പറയുന്നത് ഇത്രയും നാൾ കണ്ടതും അനുഭവിച്ചതും അല്ല ജീവിതം എന്ന് അവർക്ക് സ്വയം മനസ്സിലാകുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് യൂണിവേഴ്സായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടായതൊന്നല്ല, അതിനപ്പുറം മറ്റൊരു ലോകമുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണം, മനസ്സിലാക്കണം. അപ്പോൾ ഒരു മനുഷ്യരെ അവരുടെ ഭാഗത്തുള്ള തെറ്റും ശരിയും മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഹാങ്ഡ് മാൻ സിറ്റുവേഷനിൽ യൂണിവേഴ്സായിട്ട് കൊണ്ടെത്തിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എല്ലാ യാഥാർത്ഥ്യവും റിയലൈസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ അവരെല്ലാ കാര്യവും ഹീൽ ചെയ്ത് പോക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ്. സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് ഹീലിങ്ങിൻ്റെ കാർഡാണ്.
അപ്പോൾ അവരുടെ മനസ്സിലെ വിഷമങ്ങളും കാര്യങ്ങളും മറ്റുള്ളവരോട് ചെയ്ത് ഒക്കെ അവർ ഹീൽ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂണിവേഴ്സിൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണെന്ന് നോക്കാം. യു ആർ ഗുഡ് ഇനഫ്. ഇപ്പോൾ എല്ലാ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിയും കഴിവും സാമർഥ്യമൊക്കെയുള്ള ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ മുന്നിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അത് മനസ്സിലാക്കി ചെയ്യാനും മുന്നോട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കാനുള്ള സാമർഥ്യവും തൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് എല്ലാ കാര്യവും നിങ്ങൾ തന്നെ മതി. നിങ്ങൾ തന്നെ മുന്നോട്ട് നല്ല രീതിക്ക് മുന്നോട്ട് വേണ്ട എല്ലാം നല്ല രീതിക്കാവും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. അപ്പോൾ എല്ലാം സമാധാനമായി ഒരു എല്ലാത്തിനും ഒരു സമയം കൊടുത്ത് ഒരു ശ്വാസം വിടുന്ന സമയം എല്ലാത്തിനും ഒരു തിരക്ക് പിടിച്ച് ഇടപെടുക. പെട്ടെന്ന് എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. എല്ലാത്തിനും സമയം കൊടുത്ത് നമ്മൾ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരുന്ന് എല്ലാ കാര്യവും ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ്. അപ്പോൾ നിങ്ങളുടെ പ്രതിബദ്ധത പരീക്ഷപ്പെടും. അപ്പോൾ നിങ്ങളെ ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പരീക്ഷണമായിട്ട് തരുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വിജയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് മുന്നേറി പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോയിൽ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.